നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളക് നടുമ്പോൾ ഇലകൾ ചുരുണ്ടു പോകുന്ന മുരടിപ്പും വെണ്ടയിൽ മഞ്ഞ നിറമാകുന്ന രോഗവും കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? കൂടെ ഒച്ചുകളുടെ ശല്യവും ഉണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട. പുകയില, കാന്താരി, വേപ്പെണ്ണ, വിനാഗിരി, സോപ്പ് എന്നിവ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ജൈവ ലായനി ഇത്തരം രോഗങ്ങളെ പടർത്തുന്ന വെള്ളീച്ചകളെയും ഇലപ്പേനുകളെയും പൂർണ്ണമായും തുരത്തും. ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ റിസൾട്ട് ഞാൻ നേരിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. ചേരുവകളും അളവും: 100 ഗ്രാം പുകയില, 20-25 കാന്താരി മുളക്, 100 ഗ്രാം വെളുത്തുള്ളി, 20 മില്ലി വേപ്പെണ്ണ, 20 മില്ലി വിനാഗിരി, പിന്നെ ചെറിയ കഷ്ണം അലക്ക് സോപ്പ്. ഈ 5-6 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടം സുരക്ഷിതമാണ്. ആദ്യമായി പുകയില ചെറുതായി കഷ്ണങ്ങളാക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം അതിന്റെ കഷായം നന്നായി അരിച്ചെടുക്കണം. പുകയിലയിലെ നിക്കോട്ടിൻ ഒച്ചുകളെയും കീടങ്ങളെയും തുരത്താൻ സഹായിക്കും. ഇത്രയും ചെയ്തതിനു ശേഷം വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ കാന്താരി മുളകും ചതച്ചെടുക്കണം. ഇത് മുളക് ചെടിയിലെ കീടങ്ങളെയും നശിപ്പിക്കും. ചതച്ചെടുത്ത കാന്താരി മുളകും വെളുത്തുള്ളിയും മാറ്റി വെച്ചതിന് ശേഷം തുണി അലക്കുന്ന സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുക്കുക. സോപ്പ് നമ്മൾ തയ്യാറാക്കുന്ന കീടനാശിനി ഇലകളിൽ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കും. നമ്മൾ നേരത്തെ അരിച്ചെടുത്ത പുകയില കഷായത്തിൽ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാന്താരി മുളകും ചേർത്തതിനു ശേഷം 20 ml വേപ്പെണ്ണയും കൂടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പ് ലായനിയും വിനാഗിരിയും ചേർത്ത് ഇളക്കുക. ചെടികളിലെ മഞ്ഞളിപ്പ് വിനാഗിരിയുടെ ഗന്ധം ഉണ്ടാക്കുന്ന കീടങ്ങളെയും ഒച്ചുകളെയും തുരത്താൻ സഹായിക്കും. അതിനുശേഷം ഒരു അരിപ്പിൽ ഇവ നന്നായി അരിച്ചെടുക്കണം. ഇതാ നമ്മുടെ സമ്പൂർണ്ണ കീടനാശിനി റെഡിയായി. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 200 ml എന്ന അളവിൽ നേർപ്പിക്കുക. എന്നിട്ട് സ്പ്രേ ഗണ്ണിൽ നിറച്ച ചെടികളിൽ നമുക്ക് നന്നായി തന്നെ പ്രയോഗിക്കാം. ഇതാ ഞാൻ ഈ ലായനി ഒച്ചുകളുടെ മേൽ നേരിട്ട് സ്പ്രേ ചെയ്യുകയാണ്. ഇത് 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതാണ്. മുളകിന്റെയും വെണ്ടയുടെയും അടിഭാഗത്ത് സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇലയുടെ അടിയിലാണ് ഇവ ഒളിച്ചിരിക്കുന്നത്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞതും ഒച്ച സമാധിയായി. ഇതാ ലായനി അടിച്ച് 2 ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണിത്. മുരടിച്ചു നിന്ന് എന്റെ മുളക് ചെടി ദാ ഇപ്പോ പുതിയ പച്ചപ്പാർന്ന തളിരിലകൾ ഇട്ട് ഉഷാറായിട്ടുണ്ട്. കണ്ടില്ലേ, പ്രകൃതിയിലെ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയിൽ തന്നെ പരിഹാരമുണ്ട്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നൽകാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്തട്ടെ. അവരും വിഷമില്ലാതെ കൃഷി തുടങ്ങട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്റെ ഈ കുഞ്ഞു പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കൃഷി വിശേഷങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോ അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.